ഹായ്, ഞാൻ എൻ്റെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ടാണ് കേട്ടോ വന്നത്. ഇനി ലോങ് വീഡിയോ ഇട്ടിട്ട് തന്നെ കാര്യമുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ രാവിലത്തെ വീഡിയോസ് അല്ലെങ്കിൽ പകൽ സമയത്തെ വീഡിയോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. രാത്രികത്തെ നമ്മൾ ആദ്യമായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. രാത്രി അപ്ലോഡ് ചെയ്യാനും ഒരു കാരണം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ കുറച്ച് തിരക്കിലായിരുന്നല്ലോ. അന്നേരം ഞാൻ രാത്രിയൊക്കെ ആവും വീട്ടിലെത്തണമെങ്കിൽ. അപ്പം ഞാനിത് ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ രാത്രി എങ്ങനെ ഇത് പൂട്ടെ കണ്ടു എന്നുള്ളത് ഞാൻ ലോങ് വീഡിയോയിൽ പറഞ്ഞു തരണ്ടേ എന്നുള്ളത്. അതാണ് ഞാൻ പറയുന്നത്. അതെ, മുറ്റത്ത് ടാപ്പിൻ്റെ അടുത്താണ് ഈ ചെടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരം വൈകിയാണ് ഓഫീസിൽ നിന്ന് എത്തിയത്. അപ്പോൾ കാല് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാപ്പിൻ്റെ അടുത്ത് പോയതാണ്. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഇതിമ പൂ ഇട്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ ഫോണിൻ്റെ വെട്ടത്തിൽ നോക്കിയപ്പോൾ ഇതിമാകെ മുട്ടിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് വയ്യട്ടോ. ഞാൻ വേഗം ഒരു ടോർച്ച് എടുത്ത് തരാൻ പറഞ്ഞ അകത്തുനിന്ന്. അപ്പോൾ അവർ കൊണ്ടുവന്നിട്ട് ഞാൻ ആ ടോർച്ച് അടിച്ചിട്ടാണ് ഞാനിത് വീഡിയോ എടുക്കുന്നത്. ഭയങ്കര സന്തോഷം കേട്ടോ. ഇത് തലേന്ന് രാത്രിയാണ്. ഇനി പകൽ വെട്ടത്തിൽ ഇത് കാണാൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാലോ. ഒലിവ് തന്നെയല്ലേ. എനിക്കെന്താ അറിഞ്ഞൂടെ കേട്ടോ. എനിക്കൊരു പുതിയതായിട്ടൊരു പൂ വിരിഞ്ഞാൽ പിന്നെ അന്ന് ആഘോഷം തന്നെയാണ്. പിന്നെ ഒരു 10 വട്ടല്ല, ഒരു 10,000 വട്ടം ആ ചെടീൻ്റെ അടുത്ത് ഇങ്ങനെ പോയി നോക്കും. ആ രാത്രിയിലെ വീഡിയോ ഞാൻ എടുത്തല്ലോ, ഞാൻ ആകെ ക്ഷീണിച്ചാണ് കേട്ടോ വരുന്നത്. എന്നിട്ടും ഇതിനെ കണ്ടപ്പോൾ എൻ്റെ ക്ഷീണമൊക്കെ മാറിപ്പോയേ. പിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വഴക്കിട്ടി എനിക്ക്, എന്താ ഇന്നേരം അവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വഴക്കിട്ടപ്പോൾ പിന്നെ ഞാൻ വേഗം അകത്ത് കയറി പോയിട്ടോ. ആ ഒരു വഴക്കെന്ന് വെച്ചാൽ എനിക്ക് അർഹതപ്പെട്ടത് തന്നെ കേട്ടോ. കാരണം അവർ പറയുന്നത് ഇവൾക്ക് തന്നെ വേണ്ടേ. ആ സമയം എന്ന് വെച്ചാൽ ഇഴജന്തുക്കൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമാണ്. അപ്പം പിന്നെ അവരുടെ വാക്ക് നമ്മൾ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും പൂവ് അടിപൊളിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ പൂവ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയല്ലേ. കാരണം നമ്മൾ നമ്മുടെ കൈ കൊണ്ട് നട്ട് പിടിപ്പിച്ച അതിൽ ഒരു പൂവെങ്കിലും ഉണ്ടാകുമ്പോൾ നമുക്കതൊരു അഭിമാനം തന്നെയാണ്. എൻ്റെ ഡ്രസ്സും ആ പൂവും ഒരേ കളറാണ് കേട്ടോ. അത് ഞാനൊരു 10 പ്രാവശ്യം തന്നെ നിങ്ങളടുത്ത് പറഞ്ഞത്. എൻ്റെ മുറ്റപ്പണ നല്ല രീതിക്ക് പടുത്ത് റെഡിയാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു പണികളൊക്കെ ഉണ്ട്. കഴിഞ്ഞിട്ട് നല്ല രീതിക്ക് തന്നെ എല്ലാ ചെടികളും നല്ല വൃത്തിക്ക് നീറ്റായിട്ട് തന്നെ നട്ടുപിടിപ്പിക്കണം. പിന്നെ ഈ ബട്ടർ കപ്പ് വൈറ്റ് രണ്ടാമത്തെ പൂവാണ്, അതും വിരിഞ്ഞു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതെന്താ ഒരു ലാമ്പിനെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെറ്റൽസ് ഉണ്ട് അതിന്. പിന്നെ അതിൻ്റെ നടക്കുന്ന സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ലേറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ എൻ്റെ ചെടികളൊക്കെ എനിക്ക് പ്രിയപ്പെട്ടത് തന്നെ കേട്ടോ. അത് ഞാൻ വീണ്ടും വീണ്ടും പറയണേ. പിന്നെ ഈ ലില്ലി ഒരു ചാക്കിനകത്താണ് ഉണ്ടായത്. അത് എന്താ സംഭവം എന്ന് വെച്ചാൽ പിന്നെ പല ഐറ്റംസിൻ്റെ കൊമ്പുകളും വിത്തുകളും എനിക്ക് കിട്ടിയിട്ടോ. അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കവറിൽ നട്ടുപിടിപ്പിച്ചു. പക്ഷെ കവർ തീർന്നു പോയി. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ചെടികളും ഒരു ചാക്കിൽ മണ്ണെണ്ണ നിറച്ചിട്ട് ഇങ്ങനെ കുത്തി വെച്ചതായിരുന്നു. അതിൽ ഈ ഉള്ളിയും പെട്ടതാണ്. അപ്പോൾ ഒരു ചാക്കിൽ ഇതൊന്നായിട്ട് പൂത്തുലഞ്ഞ് ആ ചാക്കിനകത്താണ് ഇപ്പോൾ ആ ഒരു ലില്ലി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കാണാൻ നല്ല ഭംഗി തന്നെ. പിന്നെ ചെമ്പരത്തിൻ്റെ മുട്ടുകളൊക്കെ ഇപ്പോൾ പൂത്തുലഞ്ഞു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചെമ്പരത്തിയൊക്കെ പൂത്തുലയുന്ന ഒരു സീസൺ ആണോ എന്നുള്ള എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഇപ്പോൾ എല്ലാ ചെമ്പരത്തിയിലും മുട്ടുകളായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഓർക്കിഡ് ഇപ്പോൾ എല്ലാ മുട്ടുകളും ഇങ്ങനെ വിരിഞ്ഞു കേട്ടോ. ഇനി 2 മുട്ടത്ത് വിരിയാനുണ്ടെന്ന് തോന്നുന്നത്. ഇതിൻ്റെ പല കളേഴ്സ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഏതൊക്കെ കളേഴ്സ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടെ ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മുടെ ഓർക്കിഡ് റോസ്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ ഒരു ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കമൻറ്റ്, അമ്മായിയമ്മ എപ്പോഴും ചെടിക്ക് ചൂടുവെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് വീണ്ടും എടുത്ത് പറയാനൊരു കാരണം, വേറെ ആളുകളും വന്നിട്ട് ഇങ്ങനെ കമൻസ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പലർക്കും ഇതേ അനുഭവങ്ങളുണ്ട്. അമ്മായിയമ്മമാരിങ്ങനെ ഇങ്ങനെ കേട് വരുത്തുന്ന ചെടികൾ എന്നൊക്കെ ഉള്ളത്. അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി കേട്ടോ. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുണ്ടോ ആളുകൾ. എല്ലാ അമ്മമാരും ഒരുപോലെ ആവില്ല കേട്ടോ. നല്ലതുപോലെ മരുമക്കളെ കെയർ ചെയ്യുന്നവരും ഉണ്ടാവും. ഇനി മരുമക്കളെ എന്ത് നട്ടുപിടിപ്പിച്ചാലും അത് എൻ്റെ പൊന്നുമോള് നട്ടുപിടിപ്പിച്ചതാന്ന് വെച്ചിട്ട് അതിന് കാവലിരിക്കുന്ന ഉമ്മമാരുണ്ട്. അതിന് ചുരുക്കി പറഞ്ഞാൽ ഒരു ഈഗോ പ്രശ്നമാണ് അതങ്ങനെ ചെയ്യാനുള്ളൊരു ടെൻഡൻസി അവർക്ക് വരുന്നത്. പിന്നെ അധിക റോസിലും മൊട്ടുകളും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെടികളിലൊക്കെ ഒരുപാട് മൊട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അതൊക്കെ നല്ല ശോഭയിൽ ഉദിച്ച് നിൽക്കുന്ന നല്ല ഫ്രഷായിട്ട് അവർ വിരിഞ്ഞ് നിൽക്കുന്ന ടൈമിൽ ഞാൻ വീട്ടിലുണ്ടാവില്ല. അപ്പോൾ എനിക്ക് ആ വീഡിയോ കിട്ടുന്നില്ല കേട്ടോ. പിന്നെ ഓറഞ്ച് പോപ്പീസൊക്കെ നന്നായിട്ട് പൂത്തിലഞ്ഞ് നിൽക്കുന്നുണ്ട്. ഞാൻ വൈകുന്നേരം വരുമ്പോഴത്തേനും വെയിൽ കൊണ്ട് വാടിക്കരിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ പിന്നെ വീഡിയോയിലൊരു ഫ്രഷായിട്ട് കിട്ടൂലല്ലോ. ആ ഒരു പ്രയാസം എനിക്കുണ്ട് കേട്ടോ. പിന്നെ ഇനി ലോങ് വീഡിയോ ചെയ്യുമ്പോൾ അപ്പോൾ പൂത്തിലഞ്ഞ് നിൽക്കുന്നതൊക്കെ ഞാൻ ആഡാക്കാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതേ, ഇപ്പം എൻ്റെ കയ്യിലൊരു ചൂരൽ വടി ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ഇട്ട ആൾക്ക് ഒന്ന് ഞാൻ കൊടുത്തീനി. ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ ആളുകളും വന്നിട്ട് നന്നായിട്ട് കമൻറ്റ്സ് ചെയ്തിരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞിനി. അപ്പോൾ അതിനാണ് അവർ കമൻറ്റ് ചെയ്ത്, പുതിയ ആളുകൾ വന്നാൽ നിങ്ങൾ പഴയ ആളുകളെ മറക്കുമെന്ന്. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു വടി ഉണ്ടെങ്കിൽ ഞാനൊന്ന് നിങ്ങൾക്ക് തന്നീനി. ഒരിക്കലുമില്ല. നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ പുതിയ ആളുകളിലേക്ക് വീഡിയോസ് എത്തിയത്. അപ്പോൾ എങ്ങനെ നിങ്ങളെ മറക്കുക. ഇനി ഇവരും കമൻറ്റ് എഴുതി കുറേ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് വേറെയുള്ള ആളുകളും എൻ്റെ ചാനലിലേക്ക് ഇങ്ങനെ അടുത്ത് വരിക.
അപ്പോൾ നമുക്ക് വണിക്കി അടിക്കണ്ടേ, ഗിവ് അവേ നടത്തണം, ചെടികളൊക്കെ വേണ്ടേ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വണിക്കി അടിക്കുന്ന സമയത്ത് നമുക്ക് ഗിവ് അവേ നടത്തണം എന്നുള്ളത്. അപ്പോൾ ആരും മറക്കൂല കേട്ടോ, എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. എനിക്ക് എന്തൊരു സന്തോഷം അറിയാം. നേരം എടുത്ത് ആദ്യം നോക്കുന്നത് ഞാൻ ഈ ചാനലാണ് എന്തായി എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് പേര് കമൻസ് ഇട്ടിട്ടുണ്ട്, ഓരോ പാരഗ്രാഫ് 2 പേജൊക്കെ നിറയണം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഒരുപാട് സമയം വെച്ച് കണ്ടിട്ട് വായിച്ചെടുത്ത് എനിക്ക് ഭയങ്കര രസമായി. അതത്രയും ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും റീപ്ലൈ തരാം ഇനി അടുത്ത വീഡിയോയിലാവട്ടെ. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർക്കിഡ് റോസ് കണ്ടപ്പോൾ ഇതിൻ്റെ വൈറ്റും അതുപോലെ റെഡും ഒക്കെ വാങ്ങിച്ചുകൊണ്ടു നല്ല ഭംഗിയായിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വാങ്ങിക്കാണ്ടിരിക്കുക, എന്തായാലും ഞാൻ വാങ്ങിക്കും ഉറപ്പ്. ഞാൻ അവിടെ ഓർഡർ ചെയ്യാം കേട്ടോ, കാരണം ആ നഴ്സറിയിൽ ഇപ്പോൾ നിലവിൽ ആ കളേഴ്സൊന്നും അവിടെ ഇല്ല. ഈ ഞാൻ വാങ്ങിച്ച ഈ ഒന്നേ ഉള്ളൂ, ഞാൻ എടുത്ത് കൊണ്ടുവന്നു. എന്തായാലും ഞാൻ ഓർഡർ ചെയ്യാം, കാക്ക എന്തായാലും കൊണ്ടുവന്ന് വെക്കുമായിരിക്കും. ഇത് കുറച്ച് മുന്നെയാണ് നിങ്ങൾ എൻ്റെ അടുത്ത് പറയുന്നതെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു 5 സെൻറ്റ് പൈസ ഇല്ലാത്ത ഒരാളായിരുന്നു. ഇപ്പോൾ ദൈവത്തിനെ സ്തുതിക്ക് തന്നെയാണ്. ഇപ്പോൾ നമ്മളെ എല്ലാ കാര്യത്തിനും നമ്മളെ കയ്യിൽ ക്യാഷ് ഉണ്ട്. അപ്പോൾ വലിയൊരു എമൗണ്ട് അല്ലെങ്കിലും ചെറിയൊരു എമൗണ്ട് വെച്ചിട്ടൊക്കെ ചെടികൾ വാങ്ങിക്കുക എന്നാൽ നമുക്ക് പറ്റുന്നൊരു സംഭവം തന്നെയാണ്. എന്തായാലും ഞാൻ എപ്പോൾ നഴ്സറി പോയാലും അതൊക്കെ നിങ്ങൾ അറിയൂ കേട്ടോ. പിന്നെ ഈ വിങ്ക റോസ് ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിമ്മ പൂവില്ലായിരുന്നു, മുട്ട് മാത്രമുള്ളതിന്. ഡാർക്ക് കളർ ആവണേ എന്നുള്ളൊരു പ്രാർത്ഥനയിന്, പക്ഷേ ഡാർക്ക് അല്ല ഇതാണ് ഉണ്ടായത്. പക്ഷേ ഇതും എനിക്ക് കുഴപ്പമില്ല, ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതവിടെ കിടക്കട്ടെ, ഇനി നമുക്ക് ഡാർക്ക് ഇനിയും വാങ്ങിക്കാമല്ലോ അല്ലേ. പിന്നെ ജമന്തിയിൽ മുട്ടുകൾ അതേപടി നിൽക്കുകയാണ് കേട്ടോ. അതിന് അറിയില്ല ഞാൻ അതിനെ വിരിയാനാണ് വാങ്ങിച്ചതെന്നുള്ളത്. ഇപ്പോഴും അതിനൊരു കുലുക്കില്ല, അതാ മുട്ടുമ്പോൾ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്കാണെങ്കിൽ അത് വിരിഞ്ഞെന്ന് കാണാനായിട്ട് തിടുക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത്. എന്തായാലും എല്ലാ ചെടികളും പൂത്തുലഞ്ഞിങ്ങനെ നിൽക്കണ കാണുമ്പോൾ അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. രാവിലെ എണീറ്റ് നമ്മൾ ചെടികളെ കാണാറുമ്പോൾ അതിൽ പരം ഒരു ഐശ്വര്യം വേറെ ഇല്ല. ഇപ്പോൾ തന്നെ വലിയ ലോങ് വീഡിയോ ആയോ എന്നുള്ളത് എനിക്ക് ഡൗട്ട് ഇല്ലായില്ല. ഇനി ഞാനിതിങ്ങനെ നീട്ടി വലിച്ച് പറഞ്ഞാലേ നിങ്ങൾ എന്നെ അവിടെ നിന്ന് കല്ലെടുത്തറിയും. അതുകൊണ്ട് ഞാൻ ഇവിടെ എൻ്റെ പേനപ്പം ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഞാൻ അവിടെ തന്നെ ഉണ്ട് കമൻസും കാത്തിരിക്കുക.